അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 22 ബുധനാഴ്ച. പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ പ്രതിഷേധവുമായി മത്സ്യകർഷകർ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ ചത്ത മീനുകളുമായി എത്തിയാണ് മത്സ്യകർഷകർ പ്രതിഷേധിക്കുന്നത്. ഓഫീസിന്റെ പരിസരത്തേക്ക് ചീഞ്ഞ മത്സ്യം പ്രതിഷേധക്കാർ വലിച്ചെറിഞ്ഞു. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവുമുണ്ടായി. വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് അപകടകരമായ രീതിയിൽ താഴ്ന്നതാണ് പെരിയാറിലെ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് കാരണമെന്ന് പരിശോധനാഫലം. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന് താഴെ പെരിയാറിൽ വ്യാപകമായി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിന് പിന്നാലെയാണ് കേരള ഫിഷറീസ് സർവകലാശാല നദിയിലെ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചത്. ഇതിൽ വരാപ്പുഴ, കോതാട്, മൂലമ്പിള്ളി പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളത്തിന്റെ പരിശോധനയിലാണ് അപകടകരമായ അളവിൽ ഓക്സിജന്റെ കുറവ് കണ്ടെത്തിയത്. പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിന് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീരയുടെ നേതൃത്വത്തിലുള്ള സംയുക്ത അന്വേഷണം ഇന്ന് തുടങ്ങും. മലിനീകരണ നിയന്ത്രണ ബോർഡ്, ജലസേചന വകുപ്പ്, ഫിഷറീസ് വകുപ്പ് എന്നീ വകുപ്പുകൾ ഒരുമിച്ചുള്ള അന്വേഷണമാണ്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കാനാണ് കളക്ടറുടെ നിർദ്ദേശം. സംസ്ഥാനത്ത് എല്ലാ മാസവും 1-ാം തീയതിയിലുള്ള ഡ്രൈ ഡേ മാറ്റണമെന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ നിർദ്ദേശം. എല്ലാ മാസവും 1-ാം തീയതി മദ്യശാല തുറന്നാൽ 15,000 കോടിയുടെ വരുമാന വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പുതിയ മദ്യനയം വരുന്നതിന് മുന്നോടിയായാണ് യോഗം നടന്നത്. താൻ BJPയിൽ ചേരുമെന്ന് പ്രചാരണം നടത്തിയതിൽ ഗൂഢാലോചന ആരോപിച്ച് EP ജയരാജൻ നൽകിയ പരാതിയിൽ നേരിട്ട് കേസെടുക്കാനാകില്ലെന്ന് പോലീസ് അറിയിച്ചു. നേരിട്ട് കേസെടുക്കാനുള്ള മൊഴിയോ സാഹചര്യ തെളിവോ ഇല്ലെന്നും കോടതി നിർദ്ദേശപ്രകാരമാണെങ്കിൽ കേസെടുക്കാമെന്നും പോലീസ് വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കാലവർഷത്തിന്റെ സമയത്തിൽ മാറ്റം വന്നേക്കുമെന്ന് സൂചന. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം. മറ്റന്നാളോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കാലവർഷത്തിന്റെ ഇപ്പോൾ പ്രവചിച്ച സമയത്തിൽ മാറ്റം വന്നേക്കും. മാനേജ്മെന്റ് സീറ്റിനായുള്ള അപേക്ഷാ ഫോമിന് GST ഏർപ്പെടുത്തിയതും നഴ്സിംഗ് കൌൺസിൽ അംഗീകാരം വൈകുന്നതും ഈ വർഷത്തെ നഴ്സിംഗ് പ്രവേശനത്തെ ബാധിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ സമവായം. GST വിഷയത്തിലടക്കം ആരോഗ്യമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചെന്ന് മാനേജ്മെന്റുകൾ അറിയിച്ചു. ഇതോടെ സർക്കാരിനുള്ള സീറ്റുകൾ പിൻവലിക്കില്ലെന്ന ഉറപ്പും നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സർക്കാരിന് നൽകി. പത്തനംതിട്ട കോന്നി ജംഗ്ഷനിൽ നടുറോഡിൽ വാഹനം നിർത്തി KSRTC ഡ്രൈവർ ഭക്ഷണം കഴിക്കാൻ പോയതായി പരാതി. കട്ടപ്പന ഡിപ്പോയിലെ ബസ് ഓടിച്ചത് തിരുവനന്തപുരം ഡിപ്പോയിലെ ഡ്രൈവറാണ്. അപകടകരമായ സാഹചര്യത്തിലായിരുന്നു പാർക്കിംഗ് എന്ന് ബസ് നിർത്തിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സമീപത്തെ ഓട്ടോ ഡ്രൈവർമാർ അടക്കം അപകടം ചൂണ്ടിക്കാട്ടിയിട്ടും ഡ്രൈവർ വണ്ടി മാറ്റിയില്ലെന്നും പരാതി ഉയർന്നിട്ടുണ്ട്. സംഭവത്തിൽ KSRTC അന്വേഷണം തുടങ്ങി. ബലാത്സംഗം, വധശ്രമം എന്നിവയടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി എൽദോസ് കുന്നപ്പിള്ളി MLAക്ക് എതിരായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. നെയ്യാറ്റിൻകര കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എൽദോസിനെ കൂടാതെ റെനീഷ, സിപ്പി, നൂറുദ്ദീൻ എന്നിവരെയും പ്രതി ചേർത്തു. പരാതി പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തിയെന്നാണ് കുറ്റപത്രം. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസിൽ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് കോടതിയിൽ ഹർജി സമർപ്പിച്ചു. കോടതി നൽകുന്ന സമയപ്രകാരം പെൺകുട്ടിയെ വിളിച്ചുവരുത്തിയാവും മൊഴിയെടുക്കുക. ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. ഹർജി ഈ മാസം 27-ന് കോടതി വീണ്ടും പരിഗണിക്കും. പാർട്ടി പത്രം വരുത്താൻ തയ്യാറാകാത്തതിനെ തുടർന്ന് കുടുംബശ്രീ സംരംഭകരെ
DTPC കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചതായി പരാതി. പത്തനംതിട്ട മലയാലപ്പുഴയിലാണ് വനിതാ സംരംഭകർ CPMനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത്. എന്നാൽ ആരോപണം DTPC തള്ളി. വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കുലർ ഇറക്കി എക്സൈസ് കമ്മീഷണർ. റേഞ്ച് ഇൻസ്പെക്ടർമാർ ഈ മാസം 30 മുൻപ് പരിധികൾക്കുള്ളിലുള്ള സ്കൂളുകൾ സന്ദർശിക്കണമെന്നും ജൂൺ 1 മുതൽ മഫ്തി പെട്രോളിംഗും ബൈക്ക് പെട്രോളിംഗും നടത്തണമെന്നും സർക്കുലറിലുണ്ട്. കൂടാതെ സ്കൂൾ പരിസരത്തെത്തുന്ന യുവാക്കളെ നിരീക്ഷിക്കണമെന്നും സ്കൂൾ പരിസരത്ത് വാഹന പരിശോധന നടത്തണമെന്നും എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറിലുണ്ട്. തദ്ദേശ വാർഡ് പുനഃവിഭജനത്തിനുള്ള ഓർഡിനൻസ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മടക്കി. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പരിഗണിക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങണമെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. ഇതോടെ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചേക്കും. തൃശൂരിലെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ 7 പേർ അവയവദാനം നടത്തിയതായി സ്ഥിരീകരിച്ചു. 2 പുരുഷന്മാരും 7 സ്ത്രീകളുമാണ് ഇവിടെ അവയവദാനം നടത്തിയത്. സ്ത്രീകൾ വളയൂരി കൊടുക്കുന്ന ലാഘവത്തിലാണ് അവയവദാനം നടത്തിയതെന്ന് മുല്ലശ്ശേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സാന്ത്വനം ജീവകാരുണ്യ സമിതി പ്രസിഡന്റുമായ CA ബാബു പറഞ്ഞു. അവയവ മാഫിയ ഈ പ്രദേശങ്ങളിലെ ദരിദ്ര കുടുംബങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതായും സാബു പറയുന്നു. പാലക്കാട് കൊല്ലങ്കോട് വാഴപ്പുഴയ്ക്ക് സമീപം ചേകോലിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. ജനവാസ മേഖലയിലെത്തിയ 5 വയസ്സോളം പ്രായം തോന്നിക്കുന്ന പുലിയെ നേരത്തെ മയക്കുവെടിവെച്ച് പിടികൂടിയിരുന്നു. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് നിഗമനം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് പരിശോധിച്ച സംഭവത്തിൽ ഉപഹർജിയുമായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. ഡിജിറ്റൽ തെളിവ് സൂക്ഷിക്കുന്നതിൽ സർക്കുലർ വേണമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഉപഹർജിയിൽ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം വിഴിഞ്ഞം മുല്ലൂർ ശാന്തകുമാരി വധക്കേസിലെ 3 പ്രതികൾക്കും വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. 2022 ജനുവരി 14 കൊല്ലപ്പെട്ട മുല്ലൂർ സ്വദേശി ശാന്തകുമാരിയുടെ അയൽവാസിയായി വാടകയ്ക്ക് താമസിച്ചിരുന്ന കോവളം സ്വദേശി റഫീഖ ബീവി, മകൻ ഷഫീഖ്, കൂടെ താമസിച്ചിരുന്ന റഫീഖയുടെ സുഹൃത്ത് പാലക്കാട് സ്വദേശി അൽ അമീൻ എന്നിവരാണ് പ്രതികൾ. ശാന്തകുമാരിയെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി സ്വർണം കവർന്ന ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. തമിഴ്നാട്ടിൽ മക്കളുടൻ മുതൽവർ ജനസമ്പർക്ക പദ്ധതി ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെയെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. 15 സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുകയാണ് ലക്ഷ്യം. 37 ജില്ലകളിലായി ആകെ 2500 ക്യാമ്പുകളാണ് ഉണ്ടാവുക. മക്കളുടൻ മുതൽവർ എന്നാൽ മുഖ്യമന്ത്രി ജനങ്ങളോടൊപ്പം എന്നാണ് അർത്ഥം. ഓരോ ക്യാമ്പിലെയും 20,000 ജനങ്ങൾക്ക് വീതം പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സ് ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും മികച്ച ജീവിത ഗുണനിലവാരമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഡൽഹി, മുംബൈ നഗരങ്ങളെ പിന്നിലാക്കി കൊച്ചിയും തൃശൂരും. ആഗോളതലത്തിൽ തൃശൂർ 757 സ്ഥാനത്താണ്. കൊച്ചി 765 സ്ഥാനത്തും. ഡൽഹി 838, ബാംഗ്ലൂരു 847, ഹൈദരാബാദ് 882, മുംബൈ 915 എന്നിങ്ങനെയാണ് ഇന്ത്യയിലെ മറ്റ് വൻകിട നഗരങ്ങളുടെ റാങ്ക്. ആർട്ടിക്കിൾ 370 പ്രകാരം ജമ്മുകശ്മീരിന്റെ പ്രത്യേകാധികാരം റദ്ദാക്കിയ വിധിയിൽ അപാകതകളില്ലെന്ന കാരണത്താൽ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. ജമ്മുകശ്മീർ ഹൈക്കോടതി ബാർ അസോസിയേഷൻ, അവാമി നാഷണൽ കോൺഫറൻസ്, അഭിഭാഷകൻ മുസാഫർ ഇക്ബാൽ ഖാൻ, ജമ്മുകശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് എന്നിവരാണ് പുനഃപരിശോധന ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. തമിഴ് ജനതയോട് മോദിക്ക് ഇത്ര വിദ്വേഷം എന്തിനെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ് ജനതയെ അവഹേളിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പുരി ക്ഷേത്രത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് കടത്തിയെന്ന ആരോപണത്തിലൂടെ സംസ്ഥാനത്തെ അപമാനിച്ചുവെന്നും തമിഴ് ജനതയെ മോഷ്ടാക്കളും വിദ്വേഷ പ്രചാരകരും ആക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും സ്റ്റാലിൻ പറഞ്ഞു. മോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിരീക്ഷണം ആയുധമാക്കി BJP. ചൊവ്വാഴ്ച BJP 300 സീറ്റുകൾ നേടുമെന്നാണ് പ്രശാന്ത് കിഷോർ വിശദമാക്കിയത്. ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രശാന്ത് കിഷോറിന്റെ പ്രതികരണം. 370 സീറ്റുകൾ തനിച്ചു നേടുന്നത് BJPക്ക് അസാധ്യമാണെന്നും
എന്നാൽ 300 സീറ്റുകൾ ഉറപ്പാണെന്നുമാണ് പ്രശാന്ത് കിഷോർ പ്രതികരിച്ചത്. മോദിക്ക് തുടർഭരണമെന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ നിരീക്ഷണത്തിന് പിന്നാലെ 400 പാർ മുദ്രാവാക്യം വീണ്ടും ചർച്ചയാക്കി ബിജെപി നേതാക്കൾ. എന്നാൽ ബിജെപിക്ക് വേണ്ടി പ്രശാന്ത് കിഷോർ നടത്തുന്ന പ്രചാരണമാണിതെന്നാണ് ഇന്ത്യ സഖ്യം വ്യക്തമാക്കുന്നത്. 6ഉം 7ഉം ഘട്ടങ്ങൾ കഴിയുന്നതോടെ എൻഡിഎയുടെ സീറ്റുകൾ 400 കടക്കുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. 300-ന് മുകളിൽ സീറ്റ് നേടുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം. എഎപി എംപി സ്വാതി മലിവാളിന്റെ പരാതിയിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ 9 ദിവസമായി മിണ്ടുന്നില്ലെന്ന് ബിജെപിയുടെ വിമർശനം. കേജ്രിവാളിന്റെ മൌനത്തിലൂടെ എല്ലാം വ്യക്തമാണെന്ന് ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് പറഞ്ഞു. എഎപി സ്ത്രീവിരുദ്ധ പാർട്ടിയായി മാറിയിരിക്കുകയാണെന്നും കേസ് ഒത്തുതീർപ്പാക്കാൻ കേജ്രിവാൾ സ്വാതിക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും പ്രമോദ് സാവന്ത് പറഞ്ഞു. മുംബൈ ഘാട്ട്കൂപ്പർ പരസ്യബോർഡ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുണ്ടായിരുന്നയാൾ ഇന്ന് മരിച്ചതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 17ആയി. മെയ് 13-നാണ് കൂറ്റൻ പരസ്യബോർഡ് പെട്രോൾ പമ്പിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. അതേസമയം അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുംബൈ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. കർണാടകയിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ വിതരണം ചെയ്ത പ്രസാദം കഴിച്ച് 51 പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ബലഗാവിയിലെ ഹൂളിക്കട്ടി ഗ്രാമത്തിലെ ഭീരേശ്വർ കരെമ്മ ഉത്സവത്തിനിടെയാണ് സംഭവം. ചികിത്സയിലുള്ള 5 പേർ ഗുരുതരാവസ്ഥയിലാണ്. സംഭവം നടന്ന സ്ഥലത്ത് ആരോഗ്യവകുപ്പ് പ്രത്യേക ക്യാമ്പ് തുറന്നു. 600ഓളം അഭയാർത്ഥികൾ മരിച്ച ബോട്ടപകടത്തിൽ ആരോപണ വിധേയരെ വെറുതെ വിട്ട് ഗ്രീക്ക് കോടതി. അപകടം നടന്നത് അന്താരാഷ്ട്ര സമുദ്രപരിധിയിലെന്നും അധികാരപരിധിക്ക് പുറത്തെന്നും വ്യക്തമാക്കിയാണ് നടപടി. ഈജിപ്ത് സ്വദേശികളായ 9 പേരെയാണ് ഗ്രീക്ക് കോടതി വെറുതെ വിട്ടത്. കഴിഞ്ഞ വർഷം ജൂൺ 14-ന് ലിബിയയിൽ നിന്ന് ഇറ്റലിയിലേക്ക് പുറപ്പെട്ട മത്സ്യബന്ധന ബോട്ട് ഗ്രീസിന് സമീപം തകർന്ന് നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശചുഴിയിൽ അകപ്പെട്ടതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിൽ പരസ്യമായി ക്ഷമാപണം നടത്തി സിംഗപ്പൂർ എയർലൈൻസ് സിഇഒ ഗോ ചൂൻ ഫോങ്. വിമാനം ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരാൾ മരിക്കുകയും 79 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറക്കുകയായിരുന്നു വിമാനം. അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ബാങ്കോക്കിലെ സുവർണഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു. സ്കൂളുകളിൽ വെടിവെപ്പ് നടന്ന സംഭവങ്ങൾ 2021-ലും 2022-ലും 2023-ലും വർദ്ധിച്ചതോടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ AI സാങ്കേതികവിദ്യയുടെ സഹായം തേടാൻ ഒരുങ്ങി അമേരിക്കയിലെ കാൻസസ്. സ്കൂൾ പരിസരത്ത് തോക്കുമായി പ്രവേശിക്കുന്നവരെ AI ക്യാമറകൾ വഴി കണ്ടെത്താനുള്ള സംവിധാനം ഒരുക്കാനാണ് കാൻസസ് പദ്ധതിയിടുന്നത്. IPL എലിമിനേറ്ററിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പോരാട്ടം. വൈകിട്ട് 7:30-ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾക്ക് രണ്ടാം ക്വാളിഫയറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടാം. അതിൽ ജയിക്കുന്നവർ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.